പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 10-ാം തീയതി തിങ്കളാഴ്ച. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥന ആരംഭിക്കാം. ഏറ്റു പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിയോഗം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏകാഗ്രതയോടെ ഇന്നത്തെ ദിവസം ദാനമായി നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആകുലതകൾ, ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം വലിയ പ്രത്യാശയോടെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ഇത് വലിയ ഒരു ധന്യമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഭക്തിയോടെയാണ് എൻ്റെ സഹോദരൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. കർത്താവേ, നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങയുടെ തിരുസേനയെ സമർപ്പിക്കുന്നു. ഈ മക്കള് നടന്നു പോകുന്ന വഴികൾ, വാഹനം ഓടിച്ചു പോകുന്ന റൂട്ടുകൾ, അത് എത്തിച്ചേരുന്ന സ്ഥാപനങ്ങൾ, ഇടങ്ങൾ, സർവീസ് ഏരിയ, പ്രവൃത്തി സ്ഥലങ്ങൾ, തൊഴിലിടങ്ങൾ എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം സ്നേഹിപ്പിക്കുന്നു.
കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. അങ്ങയുടെ ഓരോ മക്കൾക്കും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിനധികം മക്കൾക്ക് ഈ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ കരുണ ചുരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ, മറ്റുള്ളവർ മാധ്യസ്ഥം വഹിച്ചാൽ പോലും, മറ്റു മനുഷ്യർ മാധ്യസ്ഥം വഹിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവെ, മക്കളെക്കുറിച്ച് വ്യവലാതി കൊള്ളുന്നവർ, ഭാരപ്പെടുന്നവർ, അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ, ലോകം മുഴുവനും ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ്. മക്കളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില മക്കളെക്കുറിച്ച് അമിതമായ അധികമായ ഉത്കണ്ഠയുള്ള മാതാപിതാക്കന്മാരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും അങ്ങ് വളർന്നു വന്നതുപോലെ അതേ ആത്മാവിനാൽ അങ്ങനെ ആശ്രയിക്കുന്ന മക്കളും കർത്താവെ, ഈ ബോർഡ് എക്സാമിന് അതിജീവിക്കാനും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരാനും ദൈവത്തിൻ്റെ കരുണയുടെ പരസ്പർശമൊക്കെ അനുഭവിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മ നിറയട്ടെ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം നിർണായകമായ ചരിത്രപ്രധാനമായ തീരുമാനമാകട്ടെ. അതൊരിക്കലും മാറ്റേണ്ടി വരാത്ത രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിത വളർച്ചയെ അത് സഹായിക്കുന്ന രീതിയിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വിവാഹ വിഷയങ്ങൾ, മക്കളുടെ പഠന വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, കുടുംബത്തിൻ്റെ ഓരോ ഇടങ്ങളിൽ താമസിക്കുന്ന വിഷയങ്ങൾ, സ്ഥലം മാറ്റത്തിൻ്റെ വിഷയങ്ങൾ, കൊടുക്ക വാങ്ങലുകളുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ വിഷയങ്ങൾ, ഇങ്ങനെ എന്തിനെല്ലാം അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തെ ആശ്രയിച്ചുകൊണ്ട് ഇടപെടുന്നു, അതെല്ലാം ശാശ്വതമായി സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിലനിർത്തിക്കൊണ്ട് ആശീർവാദത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നേടിയെടുക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാലാഖമാരെയും വിശുദ്ധരെയും രക്തസാക്ഷിയുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതം, കുടുംബം, നിങ്ങളുടെ ഇടപെടലുകൾ എല്ലായിടത്തും അനുഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീസിലെ നീക്കും ആമേൻ. മക്കളെ, നമ്മളെ ഇന്നത്തെ വചനം 1 കൊരിന്ത്യർ 15:10 ഒന്ന് വായിച്ചു കേൾക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പൗലോസപ്പോസിൻ്റെ ഒരു സ്വകാര്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. റിലേറ്റീവാണ്, മറ്റുള്ളവരെ അതിൽ പങ്കുചേർക്കേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണ് ഇതിനെല്ലാം കാരണം. മറ്റുള്ള അധ്വാനത്തെയൊക്കെ എല്ലാം വിലയിരുത്തേണ്ടത് ദൈവമാണല്ലോ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ സോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട്. It was not simply a cause of his blessings. അവനിൽ വസിച്ചിരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല. പൗലോസാണ് വെളിപാടിൻ്റെ വില്ലൻ എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്താ പറയണത്? മറ്റെല്ലാവരെയും കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. അപ്പോൾ അധ്വാനമാണ് വിഷയം. അധ്വാനം, പക്ഷെ ഒരു കാര്യമുണ്ട്, അധ്വാനിക്കുമ്പോൾ ഒരു വിഷയം നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിനൊരു നടപടിയുണ്ട്. എന്താണ്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 22:21. മത്തായി 22:21. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക. അപ്പം നമ്മൾ എന്ത് അധ്വാനിച്ചാലും ഇതിന് ദൈവത്തിൻ്റെ പങ്ക് ഏതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എല്ലാ അധ്വാനത്തിനും നമുക്ക് മാത്രമാണ് പങ്ക്.
ഇവിടെയാണ് ഈ അധ്വാനം പരാജയപ്പെടുന്നത്. അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗം എന്താ പറയണമെന്ന് അറിയാവോ? മായണം എന്ന് പറയണത്. അത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ എന്താ അഭ്യാസം കാണിച്ചാലും അവസാനം ടേൺ ഓവർ വരുമ്പോൾ 0-0-0 വരും. അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗം പറഞ്ഞ് കേട്ടെ. സഭാപ്രസംഗകൻ 2:18. സഭാപ്രസംഗം 2:18. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു. കാരണം അവയുടെ ഫലം എന്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. പിൻഗാമിക്ക് വിടുന്നതല്ലേ പ്രശ്നമേ. അത് കഴിഞ്ഞ് സോളമൻ ഒരു കാര്യം പറയുന്നുണ്ട്. സഭാപ്രസംഗം 2:21. സഭാപ്രസംഗം 2:21. ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ഒരു പണിയും ചെയ്യാതിരിക്കണം. മടിയനില്ലേ അവനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇത് മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ്. മിഥ്യയാണെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് കാര്യം. ഇതിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ചില മക്കളും അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ചേക്കും. പക്ഷെ അവരുടെ കാലം വരുമ്പോൾ വല്ല മണ്ടൻ തീരുമാനങ്ങളെടുത്ത് എല്ലാം നാശകൊണ്ടലാക്കി എന്നിട്ട് ഗർവിഷ്ടമായിട്ട് മറ്റുള്ളവർ പെരുമാറുകയും ചെയ്യും. തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പെരുമാറ്റത്തിൻ്റെ അഭ്യാസങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ഭാരപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ സഭാപ്രസംഗം പറയുന്നത് എല്ലാം മിഥ്യയാണ്. കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലെന്നല്ല. പക്ഷെ കഷ്ടപ്പെടുന്നവരെ എങ്ങനെ കഷ്ടപ്പെടണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവും മാനസികമായിട്ട് യോജിക്കുന്ന ആൾ തന്നെയാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ അതൊരു സംഭവം മനസ്സിലായില്ലേ, ചിതർച്ച് കളയുന്ന. അത് തന്നെ സോളമൻ പറയണത്. ലൂക്ക 11:23. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. എന്നോട് കൂടെ അധ്വാനിക്കാത്തവൻ ചിതറിച്ചു കളയുന്ന ഫലം ആർക്കും ഉപയോഗിക്കാൻ പറ്റണില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ, അതായത് അധ്വാനിക്കുന്നവര് കർത്താവിൻ്റെ കൂടെ അധ്വാനിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ ദൈവത്തിൻ്റെ പങ്ക്. നമ്മൾ എന്ത് അധ്വാനിച്ചു, ഇപ്പോൾ പിള്ളേരെ വളർത്തണത്, ജോലിക്ക് പോണ് ഇല്ലേ, നിങ്ങൾ വീട്ടിലെ ജോലി ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് ദൈവത്തിൻ്റെ പങ്ക് ഉറപ്പുവരുത്താനുള്ള മാർഗം. വായിച്ചോളൂ. കൊളോസോസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക. അതാണ് സംഭവം. എന്ത് ചെയ്താലും അവന്റെ നാമം, കർത്താവിൻ്റെ പോർഷൻ ഓഫ് ജീസസ്, അത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ബലിയർപ്പണം പോലെ തന്നെയാണ് ഇത്. ലേവയ ഭാഗങ്ങൾ കൃപാസനത്തിൽ ഉപ്പ് കൊടുക്കത്തില്ല ആൾക്കാർക്ക് വെഞ്ചരിച്ച്. എന്താണ് ഉപ്പ് തെളിച്ച വസ്തുക്കൾ ആരുടേതാണ്? ലേവയ കർത്താവിൻ്റെ അവകാശമാണ്. ആ ബലിയർപ്പിക്കുന്ന സംഭവം ഒരു കർത്താവിൻ്റെ അവകാശം മാറ്റിവെക്കും. അപ്പം എന്ത് ചെയ്താലും ദൈവത്തെ അനുസ്മരിക്കണം, ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ നാമത്തിലാണല്ലോ എല്ലാം ചെയ്യണത്. അപ്പോൾ നമ്മുടെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരു അംഗീകാരം കിട്ടില്ലെങ്കിൽ നമ്മൾ ഫയറാകുമല്ലോ ഉടനെ. അപ്പോൾ അതുപോലെ അതാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ദൈവനാമത്തിൽ. അപ്പോൾ പിന്നെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ദൈവനാമത്തിലാണല്ലോ ചെയ്തത്. അപ്പോൾ അത് ലെസ് ലഗേജ് ആകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അതാണ്. ദൈവത്തിൻ്റെ എന്ത് ചെയ്താലും ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവനാമത്തിൽ ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ അത് അന്യാധീനപ്പെട്ടു പോകത്തില്ല. ബാക്കി എല്ലാ അധ്വാനങ്ങളും നമ്മൾ അന്യാധീനപ്പെട്ടു പോകുന്ന പറയണമല്ല, നമ്മുടെ അനുഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവ് ഇത് നിൻ്റെ നാമത്തിൻ്റെ ഉപരി മഹത്വത്തിനായി ചെയ്യാൻ എന്നെ അനുഭവിച്ചതിന് അവസരം തന്നതിനും എനിക്ക് നന്ദി പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ സീൽഡ്, കർത്താവ് നിൻ്റെ അധ്വാനത്തിൻ്റെ സീൽ വെക്കും. ഉടമസ്ഥാവകാശം അതിനൊക്കെ അനുഗ്രഹമായി മാറുകയും ചെയ്യും. പ്രേസറാണ്.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.